അവരെ കാണാൻ വേണ്ടിയും വിദ്യാലയം കാണാൻ വേണ്ടിയും വീണ്ടും വിദ്യാലയ അങ്കണത്തിലെത്തിയിരിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ. ഇവിടെ വിദ്യാർത്ഥികളും അധ്യാപകരും മാത്രമാണ്. ഞാൻ വളരെ പെട്ടെന്ന് എന്നിലെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കടമ നിർവഹിച്ച് പോകാനാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ പേര് പ്രവീൺ കുമാർ. ആദ്യം ഞാനത് പരിചയപ്പെടുത്താം. ഞാൻ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയായിരിക്കാൻ ഭാഗ്യം കിട്ടാത്ത ഒരാളാണ്. ഞാൻ പൂർവ്വ വിദ്യാർത്ഥിയല്ല. നിങ്ങൾക്ക് ആ ഭാഗ്യം കിട്ടിയവരാണ്. പക്ഷെ എനിക്ക് വേറെ ഭാഗ്യം കിട്ടി. നവാമുകുന്ദൻ ഈ വിദ്യാലയത്തിൽ 27 വർഷം, 28ാമത്തെ വർഷമാണ് ജോലി ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. ഞാൻ ജനിച്ചു വളർന്നത് കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂര് കരിവള്ളൂരാണ്. അവിടെ നിന്ന് ജോലി തേടി ഈ ഭാരതപ്പുഴയുടെ തീരത്തേക്ക് നവാമുകുന്ദന്റെ കൂടെ ജോലി ചെയ്യാൻ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ വേണ്ടി ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിലേറെ ഈ സ്റ്റാഫ്, മാനേജ്മെന്റ്, PTA അടങ്ങുന്ന വിഭാഗത്തോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ, സ്റ്റാഫിന്റെ ഒരു കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണം എന്നുള്ള നിലയിൽ, സ്റ്റാഫ് സെക്രട്ടറി എന്നുള്ള നിലയിൽ ഉത്തരവാദിത്വം നിർവഹിക്കാനും അവർ നിശ്ചയിച്ചിട്ടുണ്ട്. അതാണ് എനിക്ക് ഇവിടെ നിൽക്കാനുള്ള യോഗ്യത. ആ യോഗ്യതയാണല്ലോ പ്രധാനം. അതിലേറെ യോഗ്യതയുള്ളവരാണ് എന്റെ മുന്നിലും പിന്നിൽ നിൽക്കുന്നത്. ഇവിടെ കയറി വരുമ്പോൾ എനിക്ക് ശക്തി ചോർന്നതുപോലെയാണ് തോന്നിയത്. പക്ഷേ ഇവരെ കണ്ടപ്പോൾ എന്റെ ശക്തി ഇരപ്പിച്ചു. ഈ ഗുരുനാഥന്മാരുടെ സമീപത്തെത്തുമ്പോൾ നമ്മളെല്ലാം പവർഫുൾ ആവുകയാണ്. ഇരിക്കുന്ന ഓരോ ആൾക്കും ഒരു വൈദ്യുതി പ്രവാഹം പോലെ ഒരു പവർ എത്തിച്ചേരുന്നുണ്ടാവും. ഗുരുസവിധത്തിൽ എത്തുമ്പോൾ മാത്രമാണ് ആ പവർ എത്തുക. അമ്മയുടെ അടുത്ത് എത്തുമ്പോൾ നിശ്ചയമായും ആ പവർ എത്തും. അമ്മയാണ് ആദ്യത്തെ ഗുരുനാഥൻ. ശേഷമാണ് അമ്മയാണ് അച്ഛനെ ചൂണ്ടിക്കാണിച്ചു തരുന്നത്. ഇതാണ് നിന്റെ അച്ഛൻ എന്ന് അമ്മ പറയുന്നതാണ്. അമ്മ ആരെയാണ് ചൂണ്ടിക്കാണിച്ചു തരുന്നത്, അയാളെ ആയിരിക്കും നമ്മൾ അച്ഛൻ എന്ന് വിളിക്കുക. തീർച്ചയായും ആ വൈദ്യുത ആ ഒരു സ്പാർക്ക് നമുക്ക് കിട്ടുന്നത് ഇവിടെ നിന്നാണ്. ഞാൻ കൂടുതൽ നീട്ടിപ്പോകുന്നില്ല. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് നമ്മളിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത്? പരസ്പരം കാണാനാവാം. എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഉദ്യമത്തിന് ഇറങ്ങിയത്? നവാമുകുന്ദന്റെ കിരീടത്തിലെ അലങ്കാരങ്ങളിൽ ഒരു അലങ്കാരമില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞത് ഇപ്പോഴാണ്. ഒരലങ്കാരമില്ല നവാമുകുന്ദൻ. ബാക്കി കിരീടത്തിൽ സർവാഭരണ വിഭൂഷിതനായിട്ടാണ് നവാമുകുന്ദൻ നിൽക്കുന്നത്. സർവാഭരണ വിഭൂഷിതൻ. ആ നെറ്റിപ്പട്ടത്തിൽ, ആ കിരീടത്തിൽ ഒരു അലങ്കാരമില്ല. ആ അലങ്കാരമാണ് 1946 സ്ഥാപിതമായ ഈ വിദ്യാലയത്തിൽ 1923 വരെ പഠിക്കുന്ന ഈ വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആകെ ഒറ്റക്കെട്ടായിട്ടുള്ള സമഗ്രമായിട്ടുള്ള ഒരു വിദ്യാർത്ഥി അസോസിയേഷൻ നമുക്ക് അസോസിയേഷനുകളുണ്ട്. ഓരോ വർഷത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള അസോസിയേഷൻ 1963-64 ജനവസാണ് നേതൃത്വത്തിലുള്ള ഏറ്റവും സീനിയർ പോസ്റ്റ് ആയിട്ടുള്ള അസോസിയേഷൻ ഇവിടെയുണ്ട്. ചലിക്കുന്നതും ചലിക്കാത്തതുമായിട്ടുള്ള അസോസിയേഷനുകളുണ്ട്. വളരെ ഗംഭീരമായി പൂർവ്വ വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന അസോസിയേഷൻ അവരൊക്കെ ഇവിടെ കൂടിച്ചേരുന്നുണ്ട്. പക്ഷെ ആ കൂടിച്ചേരലുകൾ വിദ്യാലയത്തോട് ചേർന്ന് നിൽക്കുന്നില്ല എന്ന് ഞങ്ങൾ തോന്നി. അവർ വരുന്നു, അവർ പിരിഞ്ഞു പോകുന്നു, പരസ്പരം കാണുന്നു, ഫോട്ടോ എടുക്കുന്നു, പിരിഞ്ഞു പോകുന്നതിനപ്പുറത്തേക്ക് ടോട്ടലായിരിക്കുന്ന വിദ്യാർത്ഥി സമൂഹത്തെ പ്രതിനിധീകരിക്കുന്നില്ല. ഏതൊരു വിദ്യാലയത്തിനും ആവശ്യമാണ്. ആ ആവശ്യമാണ് മാനേജ്മെന്റിന്റെ പെർമിഷനോട് കൂടി സ്റ്റാഫ് കൗൺസിലിന്റെ ആവശ്യത്തിൽ നിന്ന് PTA പെർമിഷൻ എടുത്ത്, അല്ലാതെ ചുമ്മാതെ ഇവര് കുറച്ചു പേര് ഇറങ്ങി പുറപ്പെട്ട ഞങ്ങളിങ്ങനെ ഒരു ടോട്ടലൈൻ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു വന്നതാണോ? അല്ലെന്നേ. ഇവരെ ചുമതലപ്പെടുത്തിയപ്പോൾ ഇവരെന്താ പറഞ്ഞത്? ഞങ്ങൾ താൽക്കാലികമാണ്. നോക്കണം, ഒരു അധികാര കേന്ദ്രം ഉണ്ടാക്കാൻ വേണ്ടിയല്ല എന്നുള്ളത്, ഒരു ക്രമീകരണം കെട്ടിപ്പടുക്കാനുള്ള ഒരു വഴിയാവാൻ, അതിനുള്ള ചാലകശക്തിയാവാൻ, അതിനൊരു
മുൻ വഴികാട്ടിയായിട്ട് മാറാൻ വേണ്ടിയാണ് ഡോക്ടർ മോഹൻകുമാറിന്റെ നേതൃത്വത്തിൽ പുത്തപ്പുതിയ അമരയിൽ നിന്ന് അവരൊന്ന് വിട്ടുപോയത് കേട്ടോ. അവരെല്ലാവരെയും സ്റ്റാഫിന് വേണ്ടിയും മാനേജ്മെന്റിന് വേണ്ടി വിളിച്ചു. ഞാനാണ് വിളിച്ചത്. ആ വിളിച്ച് ചേർക്കുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിൽ ഇന്ന ആളുകളെ ഏൽപ്പിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. ഒരു അനുഭവ കമ്മിറ്റി ഉണ്ടാക്കാം. കാരണം കമ്മിറ്റിക്ക് മാത്രമേ ബാക്കി കാര്യം ചെയ്യാറുള്ളൂ. ആ രീതിയിൽ നമുക്കിത് കൊണ്ടുപോകണം എന്ന് ആലോചിച്ചു. അവരൊന്ന് പറഞ്ഞു ഇത് ഏറ്റെടുക്കുമ്പോൾ മനുഷ്യരെ ഏറ്റെടുക്കാം. പക്ഷേ ഞങ്ങൾ ഈ സംഗമ രൂപീകരണ യോഗം വിജയിപ്പിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ യോഗം വിജയിപ്പിക്കും. ഇത് കഴിഞ്ഞാലുള്ള കാര്യം ആ സമ്മേളനമായിരിക്കും തീരുമാനിക്കുക, ആ സംഗമമായിരിക്കും തീരുമാനിക്കുക. അവിടെ ആരെ ഭാരവാഹിയാണോ, ആരൊക്കെ നിങ്ങൾ തിരഞ്ഞെടുക്കണം എന്നതിനെ കുറിച്ച് പറയാനുള്ള അവസാന വാക്ക് ഈ ഇരിക്കുന്ന സദസ്സായിരിക്കും എന്നുള്ളതാണ്. 1946 ക്ഷേത്രത്തിന്റെ ചിത്രപ്പുരയിൽ ആരംഭിച്ച ആ വെളിച്ചം സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ ആദ്യത്തെ പ്രധാന സ്വാതന്ത്ര്യ ദിനത്തിന് ആഘോഷിച്ചത് ആ അമ്പലത്തിന്റെ മുറ്റത്ത് വെച്ചാണ്. സത്രപ്പുരയിൽ ദേശീയ പതാക ഉയർത്തി പ്രളയുടെ തീരം. അവിടെ നിന്നാണ് ചെമ്പള്ളിക്കുന്നിലേക്ക് ഈ പ്രളയുടെ തീരത്തെ ആ കാറ്റേറ്റിട്ട് ഈ കുന്നുകളിൽ ഈ കലാലയം ഉണ്ടായത്. ആദ്യം ഉണ്ടായത് പൊതുവാൾ ഭാഷത്ത് പോയതാണ്. 1950 മുതലുള്ള കഥകൾ ഭാഷ ആരോഗ്യ പ്രശ്നം 90 വയസ്സ് കഴിഞ്ഞു. 90 കഴിഞ്ഞിരിക്കുന്ന ഒരു കുടുംബ വിദ്യാർത്ഥിയെ നിങ്ങൾക്കിതിനപ്പുറം എന്താണ് ഇവർ കൊണ്ടുതരാനുള്ളത്? ഈ ഇരിക്കുന്ന സംഘാടകർ ഇതിനപ്പുറം വലിയൊരു സമ്മാനം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കാൻ വേറെ എന്താണുള്ളത്? ഇവിടെ വന്നാൽ വേറെ ഒന്നും നമുക്ക് ലഭിക്കില്ല. നമ്മുടെ ജീവിതത്തിന്റെ ഇതിൽ ഒരുവിധം ആളുകളൊക്കെ എന്നെക്കാളും സീനിയേഴ്സാണ്. ഞാൻ അടുത്ത വർഷമേ ഉണ്ടാകും. ബാക്കി എല്ലാവരും എന്നെക്കാളും പ്രായമുള്ളവരാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഇവർ ചെയ്തിരിക്കുന്ന ഈ ഒരു സൽക്കർമ്മത്തോട് നവാമന്ദാന ഹയർ സെക്കൻഡറി സ്കൂളിനോട് കൈകൂപ്പിക്കൊണ്ട് ഞാൻ എല്ലാ വിധത്തിലുള്ള നമസ്കാരവും രേഖപ്പെടുത്തുകയാണ്. ഈ ഒരു പ്രോഗ്രാമിന് അന്തിയായവരാണ്. നമ്മളാരും നിർബന്ധിച്ചു കൊണ്ടുവന്നതല്ല. ഇവരാരെയും നേരിട്ട് ക്ഷണിച്ചിട്ടുമില്ല. ഇവരാരെയും നേരിട്ട് ക്ഷണിച്ചിട്ടില്ല. ഉണ്ടോ? ഇല്ല. ഇവർ ടീച്ചേഴ്സിനെ മാത്രമാണ് ക്ഷണിച്ചത് നേരിട്ട്. ബാക്കിയൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ വരുമോ? ഞങ്ങളും വരും എന്നിവർ പറഞ്ഞപ്പോൾ മുൻവിധികളില്ലാതെ ഇങ്ങോട്ടേക്ക് കടന്നു വന്നവരാണ്. രാവിലെ കസേരയിട്ട് ഞാൻ മാറ്റി. ആളുകളാരും കാണുന്നില്ല. ടെൻഷനായി. ആളുകൾ വന്നിട്ട് കസേര മാറ്റുന്ന മോശമില്ലേ? കസേര തിരിച്ചിട്ടുണ്ടോ? സന്തോഷം, അഭിമാനം. എന്റെ വിദ്യാലയത്തെ കുറിച്ച് സിദ്ധികരിക്കാൻ വേണ്ടിയിരിക്കുന്നു. ഈ ഞാൻ അവസരപ്പെടുകയാണ്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നാടിന്റെ ഉന്നമനമാണ് ഉദ്ദേശിക്കുന്നത്. വീട്ടിൽ നിന്ന് വിദ്യാലയത്തിലേക്ക്, നാടിനെ വീണ്ടും വിദ്യാലയത്തിലേക്ക് എത്തിക്കുക. നാടിനെ വിദ്യാലയത്തിലേക്ക് എത്തിക്കണം. എന്താ വഴി? വിദ്യാർത്ഥികളെ വിദ്യാലയത്തിലേക്ക് എത്തിക്കുക. തിരക്കിൽപ്പെട്ട് കിടക്കുന്ന ആ തിരക്കേറിയ വിഷയങ്ങളിൽ നിന്ന് നാടിനെ ആകെ തന്നെ എത്തിക്കാൻ ഒരു കലാലയത്തിന് പറ്റുക വളരെ എളുപ്പമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അത്ര എളുപ്പമാണ്. ഒരു കലാലയത്തിന് വിദ്യാഭ്യാസ വളരെ എളുപ്പമാണ്. ഒരു സഡൻ ബട്ടൺ വെച്ചാൽ മതി, ഞെക്കിയാൽ മതി. നാടാകെ തന്നെയും വിദ്യാലയത്തിലേക്ക് എത്തും. നാടിനെ, വീടിനെ സ്കൂളിലേക്ക്, പള്ളിക്കൂടത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ചരിത്രബോധത്തിനാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. അതാണ് ഇതിന്റെ അടിസ്ഥാനം. നവാമന്ദനെ പള്ളിക്കൂടത്തിലേക്ക് കൊണ്ടുപോകുക നാടിന്റെ ഉന്നമനമാണ്. നാടിന്റെ ഉന്നമനം വിദ്യാലയത്തിന്റെ ഉന്നമനം. നവാമന്ദ സ്കൂൾ, ഹൈസ്കൂൾ എന്ന് പറയുന്ന ഈ സ്ഥാപനം തകർന്നുകൊണ്ട് നാട് ഉന്നമനത്തിലേക്ക് എത്തും. ഈ വിദ്യാലയത്തിന്റെ ചരിത്ര വഴികൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ നവാമന്ദത്തിന്റെ മണ്ണല്ലേ, ചാവേറുകളുടെ മണ്ണല്ലേ, പോരാട്ടത്തിന്റെ മണ്ണല്ലേ. ആ മണ്ണിൽ നവാമന്ദന്റെ ആ ഒരു കുടിക്കൂറ ഏറ്റവും ഉയരത്തിലേക്ക് ഉയർത്താൻ വേണ്ടി അതിനുള്ള പ്രവർത്തനമാണ് ഇവിടെ കൂടിയിരിക്കുന്ന മഹാസമ്മേളനം ഏറ്റെടുക്കുന്നത്. ഇതൊരു മഹാസമ്മേളനമാണ്. ആ സമ്മേളനം ഏറ്റെടുത്തിട്ട് നാമാ
സ്കൂളിലൂടെ ഈ പറഞ്ഞ നാടിന്റെ ആകെ തന്നെയും അധ്യാപകരുടെ, വിദ്യാർത്ഥികളുടെ, അതുപോലെ തന്നെ നാടിന്റെ ആകെ തന്നെയും ഉള്ള ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തന പദ്ധതികളും ചടുലമായ നീക്കങ്ങളുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇന്ന് വന്നിട്ട് എത്ര പണം പിരിക്കണം എന്നത് ഈ കമ്മിറ്റി ചിന്തിക്കുന്നേ ഇല്ല. അതൊക്കെ നിങ്ങളിൽ നിന്ന് സ്വാഭാവികമായി തോന്നുന്നതിന് അടിസ്ഥാനപ്പെട്ടുള്ള പദ്ധതികൾ വരേണ്ടതാണ്. അത് ഭാവിയിൽ നിങ്ങൾക്ക് തന്നെ ഈ പ്രവർത്തനം ഈ കമ്മിറ്റി പോകുമ്പോൾ മുന്നോട്ടേക്ക് വെക്കാവുന്നതാണ്. എങ്ങനെയാണ് ഈ കമ്മിറ്റി പ്രവർത്തിക്കുക? ഈ കമ്മിറ്റിയിൽ നവാംകുന്ന ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇതുവരെ രൂപീകൃതമായിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥി ഗ്രൂപ്പുകളുടെയും പ്രാതിനിധ്യം ഉണ്ടാവും. എല്ലാ ഗ്രൂപ്പുകളിൽ നിന്ന് 2-3 ആളുകളെ നമുക്കതിലേക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് തിരഞ്ഞെടുക്കുക. ഏതെങ്കിലും ഗ്രൂപ്പിന്റെ പ്രതിനിധിയല്ല ചെയർമാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പിന്റെ പ്രതിനിധിയല്ല കൺവീനർ, ഏതെങ്കിലും ഗ്രൂപ്പിന്റെ പ്രതിനിധിയല്ല അതിന്റെ സെക്രട്ടറി. പ്രസിഡന്റും സെക്രട്ടറിയും ഒരു ഗ്രൂപ്പിന്റെ ആണല്ല, അവർ നാലാമതായ സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ആ നിലയിലാണ് ഗ്രൂപ്പിന്റെ പ്രതിനിധികളായിട്ടല്ല അവർ എന്തിൽ വരുന്നത്, ഈ ക്രമീകരണത്തിലേക്ക്. അപ്പൊ സ്വാഭാവികമായും അവർ ഇതൊരു കേന്ദ്രീകരിക്കപ്പെടുകയാണ്. ഇപ്പോൾ വിവിധ കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ കമ്മിറ്റികളിലൊക്കെ തന്നെ ആകെ തന്നെ ഇതിന്റെ ന്യൂക്ലിയസ് ആയിട്ട് ഇതിന്റെ ഒരു മേൽക്കൂടി വരികയാണ്, ഒരു ഹൈക്കമാൻഡ് കൂടി വരികയാണ്. അതിൽ ആരൊക്കെ വരുന്നുണ്ട്? അതിലെ മാനേജ്മെന്റ് പ്രതിനിധി വരുന്നുണ്ട്. ഇതുവരെ ഏതെങ്കിലും ഗ്രൂപ്പിൽ മാനേജ്മെന്റ് പ്രതിനിധിയുണ്ടോ? ഇല്ല. ഒരു അഡ്വൈസറി ബോർഡിലേക്ക് വരുന്നുണ്ട്. ഇതിന്റെ ബഹുമാനപ്പെട്ട ഇതിന്റെ സ്കൂളിന്റെ ആദരണീയ പ്രിൻസിപ്പൽ ജോസ് സാർ അതിലുണ്ട്. ആദരണീയ ടീച്ചർ അതിലുണ്ട്. നിരന്തരം ഇടപെടുന്നവരായിട്ടില്ല, സാക്ഷികളായി. നിങ്ങളുടെ ഇടയിലുള്ള ചെറിയ ചെറിയ കൊച്ചു കൊച്ചു പിണക്കങ്ങളോ സൗന്ദര്യ പിണക്കങ്ങളോ വരുമ്പോൾ ഗുരുനാഥന്മാരുണ്ട്, അവരുണ്ടാവും. ഈ നവാമകുന്ന കലാലയത്തിലെ സ്റ്റാഫ് സെക്രട്ടറി ആരാണോ ഈ നവാമകുന്ന സ്കൂളിലെ പിറ്റിയെ പ്രസിഡന്റ് ആരാണോ അത് ഓരോ കാലത്തും മാറി മാറി അവരതിലുണ്ടാവും. കൂട്ടത്തിൽ നിങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന വിവിധ ഗ്രൂപ്പുകളും രീതികളും അതുണ്ടാവും. ആ കമ്മിറ്റി ചർച്ച ചെയ്യുന്ന വിവിധ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടിങ്ങുകൾ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും താഴേക്കും കാണണം. എങ്ങനെയാണ് വൈവിധ്യവൽക്കരിക്കപ്പെടുക? അങ്ങനെയാണ് നമ്മുടെ ഏകശിലയിൽ നിന്ന് വിവിധ ധാരകളായിട്ട് ഒഴുകുന്നത്. ആ ഒഴുകിയിട്ടാണ് നമ്മളിപ്പോൾ ഒരു നദിയാണ്. ആ നദി മാറി മഹാസമുദ്രമായിട്ട് മാറാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഒരുപാട് നദികളായിട്ടാണ് നമ്മൾ ഒഴുകി വന്നിരിക്കുന്നത്. വിവിധ ഗ്രൂപ്പുകളിലെ കൺവീനർമാർ വിളിച്ചിട്ടാണ് വന്നത്. ആ ഗ്രൂപ്പുകളിലെ വിവിധ കൺവീനർമാർ വിളിച്ചു വന്നിരിക്കുന്ന ആളുകളൊക്കെ തന്നെ ഇവിടെ വന്ന് നമ്മളൊരു മഹാസമുദ്രമായി മാറും. അല്ലെ? ഇതെല്ലാം ഇത് കൂടുതൽ നടക്കും. അടുത്ത സമ്മേളനം എന്ന് പറയുന്നത് ഇതൊന്നും ആയിരിക്കില്ല. ഇവിടെ ഈ ഓഡിറ്റോറിയത്തിൽ സ്ഥലം ഉണ്ടാവില്ല. ആ നിലയിലേക്കാണ് പോകുന്നത്. ഇതില് നമ്മൾ ഈ അഡ്ഹോക് കമ്മിറ്റിയുടെ 2 എക്സിക്യൂട്ടീവ് യോഗങ്ങൾ ആക്ച്വലി 4 യോഗങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിന്റെ ആദ്യത്തെ യോഗം 8 പേരിൽ അടങ്ങുന്ന ഒരു യോഗമായിരുന്നു. അതിൽ ബേബിമോൻ ഉണ്ടായിരുന്നു, പിന്നെ മുഹമ്മദ് ഉണ്ടായിരുന്നു, പുണ്യേന്ദ്രൻ തിരക്കിലാണ്. നമ്മുടെ എക്സാം ഉണ്ടായിരുന്നു, പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നു, പി ടി എ പ്രസിഡന്റ്. അതാണ് പി ടി എയിൽ ആലോചിച്ചു. അതിനുശേഷം എന്നിട്ട് എന്താ ചെയ്തത്? അഡ്രസ് അവരുടെ പരമാവധി ഫോൺ നമ്പേഴ്സ് ആ ഫോണിൽ നിന്ന് വിളിക്കാനുള്ള ചുമതല എന്നെ ഏൽപ്പിച്ചു. ഗ്രൂപ്പിന്റെ കൺവീനർമാരെയും വിവിധ തരത്തിലുള്ള ആളുകളെയൊക്കെ. അങ്ങനെ ഒരു ദിവസം സ്കൂളിന്റെ നേതൃത്വത്തിൽ പി ടി എ പ്രസിഡന്റ് സാന്നിധ്യത്തിൽ യോഗം ചേർന്നു. ആ യോഗം ചേർന്നവരൊക്കെ നമ്മൾ വിളിക്കുന്നുണ്ട്. അതിൽ 27 എക്സിക്യൂട്ടീവ് അല്ലെ, 27 താൽക്കാലിക എക്സിക്യൂട്ടീവും അതിലെ ഒരു ചെയർമാൻ, സെക്രട്ടറി അല്ല, സെക്രട്ടറി അതിലെ ചെയർമാനും ഒരു കൺവീനറെയും തെരഞ്ഞെടുത്തു. ബാക്കി എക്സിക്യൂട്ടീവ് മെമ്പർമാരെ. എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഭാരവാഹികൾക്ക് ഇത് നടത്താൻ ആവശ്യമായ പെർമിഷൻ രണ്ടാമതൊരു യോഗം വിളിച്ചു. ആ പെർമിഷൻ ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യവും നിങ്ങൾ ആലോചിച്ചോളൂ, റിപ്പോർട്ട് ചെയ്യണം. അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അറിയാൻ ഇതിന് എങ്ങനെ സാമ്പത്തികം ശേഖരിക്കും? രജിസ്ട്രേഷനുകൾ വരുന്നവരുന്ന 50-100 രൂപ ആകിയിട്ട് നടന്നു. ആ കമ്മിറ്റി ആലോചിച്ചത് അങ്ങനെ ഒരു പിരിവും പിരിക്കാനുള്ള അവകാശം നമുക്കില്ല. നമുക്കൊരു പൈസ പോലും പിരിക്കാനുള്ള അവകാശമില്ല. പണം പിരിക്കണം. നമുക്ക്
നമുക്ക് പരസ്പരം കോൺട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കോൺട്രിബ്യൂഷൻ തീരുമാനിക്കുകയും 60,000 രൂപയുടെ ഒരു ആലോചന വരികയും അത് നമുക്ക് താങ്ങില്ല പരസ്പരം ചർച്ച ചെയ്തപ്പോൾ. കാരണം നമ്മുടെ കമ്മിറ്റിയിൽ തന്നെ ഉള്ളവർക്കില്ല. അപ്പൊ എല്ലാവർക്കും കൂടെ യോജിക്കാവുന്ന എടുക്കാവുന്ന തുകയിലേക്ക് മാറും. അങ്ങനെ 30,000 രൂപയുടെ ഒരു തീരുമാനമെടുക്കുകയും 1,000 രൂപ വെച്ച് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള പലരും താൽക്കാലിക കൺവീനർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യും. 10,000 രൂപ സ്കൂളിലെ സ്റ്റാഫ് കൗൺസിലിന്റെ സംഭാവനയായി കൂട്ടിച്ചു. അത് കൂടുതലും ചെയ്യാൻ കഴിയും. സ്റ്റാഫ് എന്ന് പറയുന്നത് പക്ഷെ ആവശ്യപ്പെട്ടത് അത്രയും വേണ്ടു. ആ തുകയും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ മൈക്ക് ഈ ചായ ഉച്ചഭക്ഷണം ഒരുക്കാത്തതിന് കാരണം സാമ്പത്തികമായി ഇപ്പൊ തന്നെ ഒരു പദ്ധതിയിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളതിന്റെ ആളുകൾ. അങ്ങനെയാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കപ്പെട്ടത്. ഇതിന് വരാൻ പോകുന്നതിനെ കുറിച്ച് ഈ കമ്മിറ്റിക്ക് എക്സിക്യൂട്ടീവ് ചേർന്നിട്ട് ആലോചിച്ചു, ഇത് എങ്ങനെ ഈ കമ്മിറ്റിയെ നമുക്ക് ഇവിടെ വന്നതിൽ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ എടുത്തിട്ട് പെട്ടെന്ന് തോന്നിയിട്ട് ഒരു വികാരത്തിന് ഒരാളെ ഏൽപ്പിച്ചാൽ ശരിയാവും. അപ്പൊ ഇതിന് ദീർഘവീക്ഷണം വേണം. എത്തേണ്ട കൈകളിൽ തന്നെ ഇതെത്തണം. ഒരു തിരക്കില്ലാണ്ടിരിക്കുന്ന പണിയൊന്നും ഇല്ലാണ്ടിരിക്കുന്ന ഒരാളിന് പറ്റും എന്ന് നമ്മൾ വിചാരിക്കുക. അയാൾ ഒത്തിരി കിട്ടില്ല. എന്റെ എന്നാൽ നല്ല തിരക്കുള്ള ആളുകളാണ് അയ്യോ സമയം കിട്ടില്ല എന്ന് വിചാരിച്ചാൽ ആ തിരക്കിനിടയിൽ സമയം കണ്ടെത്താൻ പറ്റിയ വിദഗ്ധന്മാർ. ഇവിടെ PTA എക്സിക്യൂട്ടീവ് ബോഡി തെരഞ്ഞെടുക്കുമ്പോൾ ആ ജനപ്രതിനിധിയെ വെച്ചിട്ട് ഞാൻ പറയാറുണ്ട്, പറ്റുമെങ്കിൽ പേര് പറഞ്ഞാൽ മതി. സ്കൂൾ HM വിളിച്ച എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നവർ അവിടെ എത്തേണ്ടി വരും. അയ്യോ എനിക്ക് സമയമില്ല, എനിക്ക് വേറെ പണിയുണ്ട്, എനിക്ക് രാഷ്ട്രീയത്തിന്റെ പണിയുണ്ട്, അല്ലെങ്കിൽ വേറെ പണിയുണ്ട് എന്ന് പറഞ്ഞാൽ പറ്റില്ല. സ്കൂളിലെ കാര്യത്തിന് വേണ്ടി കിട്ടുന്ന ആളായിരിക്കണം. ഇവിടെ നീ പിടിച്ച കുട്ടികൾ, ഇവിടെ കുട്ടിയുടെ വിഷയമായ കുട്ടികളോ പൊതുസമൂഹമായി ബന്ധപ്പെട്ട വിഷയമായ കുട്ടികൾ വന്നേ പറ്റൂ. ഇത് കുട്ടികളുടെ കാര്യമാണ്. 4,000 കുട്ടികളുടെ ഭാവിയെ സംബന്ധിക്കുന്ന കാര്യമായതുകൊണ്ട് അവർ വന്നു പറ്റൂ. ഇതാണ് അതിന്റെ കാര്യം. ഞാൻ ചുരുക്കുകയാണ്. അപ്പോൾ ഇത് പദവിയല്ല, ഉത്തരവാദിത്തമാണ്. ഉത്തരവാദിത്തം ഒരു വിദ്യാലയത്തിന്റെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പാനലായിരിക്കണം നമ്മളിവിടെ കൊണ്ടുവരേണ്ടത്. അതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇവരെ ചുമതലപ്പെടുത്തി. ഇതിൽ നമുക്ക് വേണ്ട ഭാരവാഹികൾ ഒരു പ്രസിഡന്റ്, ഒരു സെക്രട്ടറി, ഒരു വൈസ് പ്രസിഡന്റ്. വൈസ് പ്രസിഡന്റുമാര് 3 പേരാണ്. അതില് ഒരു ആണ്, ഒരു പെണ്ണ്, പിന്നെ ഒരു വിദേശത്ത് നിന്ന് ഒരു NRI ആണ്. ജോയിന്റ് സെക്രട്ടറിമാർ 3 പേർ. ഒരാണ്, ഒരു ലേഡി, ഒരു NRI. ഇതിന്റെ സാമ്പത്തികം കൈകാര്യം ചെയ്യാൻ ഒരു ഖജാൻജി, ട്രഷറർ, 14 അംഗ എക്സിക്യൂട്ടീവ്, പിന്നെ 14 അംഗ എക്സിക്യൂട്ടീവ് ബാക്കി വരുന്ന 16 ബാച്ചിന്റെ പ്രതിനിധികൾ അടക്കുന്നതായിരിക്കും എക്സിക്യൂട്ടീവ്. വിവിധ ബാച്ചുകളുടെ പ്രതിനിധികൾ എക്സിക്യൂട്ടീവ് ഉണ്ടായിരിക്കും. ഇതാണ് ആലോചിച്ചു വെച്ചിരിക്കുന്ന കാര്യം. എന്ത് ആലോചനകളും അമെന്റ്മെന്റിന് വിധേയമാണ്. ഈ സദസ്സാണ് ഇത്രയും കാര്യമാണ് എന്നെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. പറയാൻ കുറച്ച് സമയം കൂടുതൽ എടുത്തു പറ്റുന്നില്ല. ക്ലാരിറ്റിക്ക് വേണ്ടിയാണ് അത്രയും കാര്യങ്ങളിലൂടെ ഞാൻ കടന്നുപോയത്. തീർച്ചയായും നവാമുകുന്ദ കലാലയത്തിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കേണ്ടതിനുള്ള ചാരിതാർത്ഥ്യത്തോടു കൂടിയിട്ട് എന്നെ ഏൽപ്പിച്ച ഈ ചുമതല ഞാൻ നിർവഹിക്കാം.